വിശാൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, നാളെ മുതൽ പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോൺക്ലേവ് ആരംഭിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന 252 കാർഡിനൽസിൽ 80 വയസ്സിന് താഴെയുള്ള 133 പേർക്കാണ് വോട്ടവകാശമുള്ളത്. നിയമം അനുസരിച്ച് അവർ സിസ്റ്റൈൻ ചാപ്പലിൽ ഒന്നിച്ചു കൂടുന്നു. ലോകവുമായിട്ടുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കും. അവർ മൊബൈലോ ഇൻ്റർനെറ്റോ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നിയമം തെറ്റിക്കുന്നവർക്കുള്ള ശിക്ഷ എക്സ്കമ്മ്യൂണിക്കേഷനാണ്. നിയമം വളരെ സ്ട്രിക്റ്റാണ്. ഒരു പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് വരെ അവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് അവർ എപ്പോഴും പ്രാർത്ഥനാ നിരതരായിരിക്കണം. ദൈവത്തോട് ചോദിച്ച്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അവർക്ക് ലഭിക്കുന്ന പ്രേരണ അനുസരിച്ചാണ് അവർ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കേണ്ടത്. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന കാർഡിനലായിരിക്കും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുവചനങ്ങൾക്കനുസരിച്ചും സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾക്കനുസരിച്ചും സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യത്തിനനുസരിച്ചും അതുപോലെ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നിയമങ്ങൾക്കനുസരിച്ചും ജീവിക്കുന്ന, അതുപോലെ ആടുകളെ മേയ്ക്കുന്ന ഒരു വിശുദ്ധനായ മാർപ്പാപ്പയാണ് നമുക്ക് ആവശ്യം. ഒരുപക്ഷെ ഇന്ന് കർത്താവീശോ മിശിഹ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എപ്രകാരം പ്രവർത്തിക്കും, എപ്രകാരം പഠിപ്പിക്കും, ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് എപ്രകാരമായിരിക്കും സഭയെ നയിക്കുക, ഇത്തരത്തിലുള്ള പുരോഗമന ചിന്താഗതി ഉള്ളവരും ഉണ്ടാകാം. കർദിനാളന്മാർ ഉണ്ടാകാം ഈ കർദിനാളന്മാരിൽ. എങ്കിലും പ്രിയപ്പെട്ടവരെ ഓർക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്, വലിയ ശക്തിയുണ്ട്. മോശ 40 ദിവസം സിനായി പർവ്വതത്തിന് മുകളിൽ ദൈവത്തോട് ഒത്തു വസിച്ചു കർത്താവിൻ്റെ അതിൽ നിന്ന് വന്ന എല്ലാ നിയമങ്ങളും സ്വീകരിച്ചു. 10 കൽപ്പനകൾ കർത്താവ് നൽകി. അവസാനം കർത്താവ് പറഞ്ഞു, നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവർ നോക്കൂ, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. ഞാൻ ഈ ജനത്തെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് നിന്നിലൂടെ ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ജനതയെ സൃഷ്ടിക്കാം. മോശ എന്താ പറഞ്ഞത്? മോശ യേസ് മൂളുകയായിരുന്നില്ല. എൻ്റെ ദൈവമേ, വേണ്ട, അത് വേണ്ട. ഈജിപ്തുകാർക്ക് അവിടുന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത് മരുഭൂമിയിൽ അവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ ഇടയാക്കരുത്. അവിടുന്ന് അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദാനങ്ങൾ ഓർക്കണമേ എന്ന് താണ് വീണ് പ്രാർത്ഥിച്ചു. നമുക്ക് ആ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുപോലെ നാം മക്കബായരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഒരു വലിയ സൈന്യത്തെ യൂദാസിൻ്റെ ഒരു ചെറിയ സൈന്യം പൂർണ്ണമായും നശിപ്പിക്കുന്നത്. മക്കബായരുടെ പുസ്തകത്തിൽ മത്താത്യാസിൻ്റെ പുത്രൻ യൂദാസിൻ്റെ വിജയത്തെപ്പറ്റി യുദ്ധവിജയത്തെപ്പറ്റി നാം വായിക്കുന്നുണ്ട്. വലിയ സൈന്യത്തിനെതിരെ ഒരു ചെറിയ സൈന്യവുമായി ചെന്ന് അവരെ നശിപ്പിച്ചു.
ദൈവത്തിൻ്റെ ശക്തിയാൽ അവരെ നശിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. 10 മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് മക്കബായർ 3-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ. അപ്പൊളോണിയോസ് വിജാതീയരെയും സമരിയയിൽ നിന്ന് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ചു വധിച്ചു. വളരെ പേർ മുറിവേറ്റ് വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു. അപ്പൊളോണിയോസിന്റെ വാൾ യൂദാസ് കൈക്കലാക്കി. മരണം വരെ അത് യുദ്ധത്തിന് ഉപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരിക്കുന്നു എന്ന് കേട്ട് സിറിയ സൈന്യത്തിന്റെ അധിപനായ സെറോൺ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും. രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു. അവൻ ബത്ത് ഹാർവോൺ ചുരത്തോടടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടുകൂടെ അവനെതിരെ ചെന്നു. ഒരു ചെറിയ സംഘത്തോട്, ശ്രദ്ധിക്കുക. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ച് മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. ഒരു 40,000 സൈന്യത്തിൻ്റെ മുമ്പിൽ ഒരു 10,000 സൈന്യം എന്താണ്? ഒന്നുമല്ല. പക്ഷേ യൂദാ അത് മാത്രമല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങേയറ്റം തളർന്ന അവസരമായിരിക്കുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെ യുദ്ധം ചെയ്യുമെന്നാണ് സൈനികർ യൂദാസിനോട് ചോദിക്കുന്നത്. ഇവിടെ യൂദാസ് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്, ശ്രദ്ധിക്കാം. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, യൂദാസും കൂട്ടരും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്ത് യുദ്ധം ചെയ്തു. അവർ പൂർണ്ണമായി വിജയം നേടി. ശത്രുക്കളുടെ മേൽ അവരെ എല്ലാം വധിച്ചു. ശക്തി എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിൽ നിന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല. ദൈവം എല്ലാം അവർക്ക് വേണ്ടി ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്ര കഠിന ഹൃദയരുടെയും ഹൃദയങ്ങളെ ദൈവത്തിന് മാറ്റാൻ സാധിക്കും. ഒരു കൊച്ചു സമൂഹം, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, പ്രിയപ്പെട്ടവരെ, തീഷ്ണതയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം എത്ര ശക്തമായ തീരുമാനങ്ങൾ എടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെയും ഹൃദയങ്ങളെ ദൈവഹിതമനുസരിച്ച് മാറ്റാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. എത്ര പുരോഗമനപരമായ ചിന്താഗതികൾ അടിയുറച്ച് അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയങ്ങളെയും ദൈവഹിതത്തിനനുസരിച്ച് മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഹൃദയങ്ങളെ ഒരു നിമിഷം കൊണ്ട്, ഒരു വ്യക്തിയുടെ ഹൃദയമല്ല, ജനതകളുടെ ഹൃദയത്തെ ദൈവത്തിന് മാറ്റാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഈജിപ്തിലെ സ്ത്രീകളോട് ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് കർത്താവ് ഇസ്രായേൽ ജനതയോട് പറഞ്ഞു. ഒന്നോർത്ത് നോക്കുക, സാധാരണഗതിയിൽ സ്ത്രീകൾ മരിച്ചാലും സ്വർണം കൊടുക്കുമോ? അതും ഫ്രീ ആയിട്ട് ആരെങ്കിലും സ്വർണം കൊടുക്കുമോ? ഇല്ല. എന്നാൽ ഓർക്കുക, വചനം പറയുന്നു, ഇസ്രായേൽ ജനത ഈജിപ്തുകാരോട് സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ഈജിപ്തിലെ ജനതകൾക്ക്
ഇസ്രായേൽ ജനതയോട് വലിയൊരു ആദരവും സ്നേഹവും തോന്നിപ്പിച്ചു. അതിൻ്റെ ഫലമായി അവർ ചോദിച്ചതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന സകല സ്വർണവും ആഭരണങ്ങളും നൽകി. ഒരുപക്ഷെ അതിന് ശേഷം അവർ പശ്ചാത്തപിച്ചിട്ടുണ്ടാകും, എന്തൊരു മണ്ടത്തരമാണ് ചെയ്തതെന്ന്. പക്ഷേ അവരുടെ മനസ്സിനെ മാറ്റിയത് ആരാണ്? ഒരു സെക്കൻഡിനുള്ളിൽ അവരുടെ മനസ്സിനെ മാറ്റിയത് ആരാണ്? തീർച്ചയായും ദൈവമാണ്, പ്രിയപ്പെട്ടവർ. അപ്പോൾ ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ മാത്രമല്ല, ഒരു ജനതയുടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇഷ്ടമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. ദൈവത്തിന് എന്താണ് അസാധ്യം? പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവിനൊന്നും അസാധ്യമല്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ മുല്ലപ്പെരിയാർ വെറും 50 വർഷം മാത്രം ഗ്യാരണ്ടി പ്രഖ്യാപിച്ച, വെറും മണ്ണുകൊണ്ടും ചുണ്ണാമ്പ് കൊണ്ടും ഉണ്ടാക്കിയ ആ ഡാം ഇന്നും ഏകദേശം 50 വർഷവും കഴിഞ്ഞ് വീണ്ടും ഏകദേശം 75 വർഷവും കൊണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്, പ്രിയപ്പെട്ടവർ. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്, പ്രിയപ്പെട്ടവരെ. സാധാരണഗതിയിൽ ഗ്യാരണ്ടിയുടെ സമയം കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളോ പാലങ്ങളോ എന്ത് തന്നെയായാലും പിറ്റേ ദിവസം തന്നെ അത് ഡിമോളിഷ് ചെയ്യുന്ന രീതിയാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. എന്നാൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരിക്കുക, എന്നിട്ടും ഇതുവരെ ഒന്നും സംഭവിക്കാതിരിക്കുന്നത്, അത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്, പ്രിയപ്പെട്ടത്. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി കുറയുമ്പോൾ അണക്കെട്ട് ദുർബലമാകും. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചെന്നും വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കത്തോലിക്ക തിരുസഭയെ എപ്പോഴും ദൈവഹിതമനുസരിച്ച് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയെ പോലെയും വിശുദ്ധ ബെനഡിക്ട് മാർപ്പാപ്പയും പോലെയൊക്കെ തീഷ്ണത കൊണ്ട് നിറഞ്ഞ് വിശുദ്ധിയിൽ നയിക്കുന്ന ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നാം തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇന്നു മുതൽ പ്രത്യേകമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ ഉപവസിച്ചും സാധിക്കുന്ന തരത്തിലുള്ള ത്യാഗം ചെയ്തും പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ 133 കാർഡിനൽസിനെ സമർപ്പിച്ചുകൊണ്ട് അമ്മ വഴിയായി പരിശുദ്ധ ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് സഭയ്ക്ക് വേണ്ടി ഒരു വിശുദ്ധനായ മാർപ്പാപ്പായെ ലഭിക്കുന്നതിന് വേണ്ടി. സ്നേഹം നിറഞ്ഞവരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക ആദ്യശക്തിയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.